ഹായ് എവരിവൺ, വെൽക്കം ഓൾ ടു ദി സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇഗ്നോവിന്റെ സിലബസിലുള്ള നമ്മുടെ പേപ്പർ ആയിട്ടുള്ള MMT001 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ച്. അപ്പൊ ഞാൻ അതിന്റെ പ്രീവിയസ് ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്താണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത്, ഡാറ്റ സ്ട്രക്ചർ എന്താണ് തുടങ്ങിയ എന്തിനാണ് ഈ പേപ്പർ നമ്മൾ പഠിക്കുന്നത് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ഓവർവ്യൂ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതിന്റെ ബ്ലോക്ക് 1 തൊട്ടുള്ള ലാംഗ്വേജസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ, അതിന്റെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചറാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ ഒരു പേപ്പറിൽ നമ്മൾ പഠിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പം അതിന്റെ ഓവർവ്യൂ, അതിന്റെ ഒരു ഹിസ്റ്ററി തുടങ്ങിയ കാര്യങ്ങൾ, എങ്ങനെയാണ് അത്, ആരാണ് കണ്ടുപിടിച്ചത്, എങ്ങനെയാണ് ഇതിന്റെ ഒരു കീ ഫീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എൻ്റയർ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താ നമ്മൾ പറഞ്ഞത്, അതായത് ഹ്യൂമൻ ബീങ്ങിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആർക്കും മനസ്സിലാവില്ല, നമ്മുടെ മെഷീൻസിന് മനസ്സിലാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, മെഷീൻസിന് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ യൂസർ ആണത്, നമുക്ക് യൂസറിന് നമ്മൾ അറിയുന്ന ലാംഗ്വേജസ് നമ്മൾ കൊടുക്കും. ഇപ്പൊ നമുക്കറിയാം പല തരത്തിലുള്ള ലാംഗ്വേജസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. സി കേട്ടിട്ടുണ്ടാവും, മോസ്റ്റ് പോപ്പുലർ ആയിട്ട് എനിക്ക് കേട്ട് തോന്നുന്നത് ജാവ ആയിരിക്കും അല്ലെ. ജാവ ഉണ്ടാവും, അതുപോലെ C++ ഉണ്ടാവും, CPP എന്ന് പറയുന്നത്, അതുപോലെ പൈത്തൺ ഉണ്ടാവും. അങ്ങനെ പല തരത്തിലുള്ള ലാംഗ്വേജസ് നമുക്ക് ഒരു ഡെയിലി മെഷീൻസുമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ, ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അതിന്റെ ഒരു ഓവർവ്യൂവിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് പറയാൻ വേണ്ടി പോകുന്ന ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഓവർവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നമുക്കറിയാം ലാംഗ്വേജസിനെ, ഇപ്പൊ നമുക്ക് ഹ്യൂമൻ ബീങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജസ് തന്നെ പലതരത്തിലുണ്ട് അല്ലെ. അപ്പൊ ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, ഹിന്ദി ഉണ്ട്. അതിന് നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്, ഓരോ റീജിയൻ ബേസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഓരോ കൺട്രിയിൽ, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തേക്ക് എന്താണ്, ഓരോ ലാംഗ്വേജസ് ആണ് നമുക്ക് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അല്ല വേറൊരു ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കേരളത്തിലെ ലാംഗ്വേജ്, നമ്മൾ കേരളത്തിലെ മലയാളം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വേറൊരു സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വേറെ ലാംഗ്വേജ് ആയിരിക്കും. അപ്പം നമുക്ക് രണ്ടുപേരുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് നമുക്ക് ആവശ്യമായിട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവത്തില്ല അല്ലെ. അതുപോലെ തന്നെയാണ് മെഷീൻസിന്റെ കേസിലും വരും. അപ്പൊ ഈ മെഷീന്റെ ലാംഗ്വേജസിനെ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ നമ്മൾ രണ്ട് തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ലോ ലെവൽ ആൻഡ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിട്ട്. അപ്പൊ ഇതിന് എന്തിന് ഏതൊരു ഡിവിഷനും എന്തുണ്ടാവും, ഒരു ബേസ് ആയിട്ടുള്ള ഒരു കാരണം ഉണ്ടാവും. അപ്പം ഈ ലാംഗ്വേജസിന് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ അബ്സ്ട്രാക്ഷന്റെ ലെവൽ, അല്ലെങ്കിൽ ഒരു മെഷീൻ ഹാർഡ്വെയറുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, വളരെ ക്ലോസ് ആയിട്ടാണോ, അതേപോലെ അതോ ഡിസ്റ്റൻസിലാണോ, അങ്ങനെ ആ ക്ലോസ്നെസ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലാംഗ്വേജസിനെ ഹൈ ലെവൽ, ലോ ലെവൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു വേറൊരു ലാംഗ്വേജസും കൂടിയുണ്ട്, അസംബ്ലി ലാംഗ്വേജസ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ തരുന്നതാണ്. അപ്പൊ ഇത് എന്താന്നുള്ളത് ഞാൻ കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ലോ ലെവൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാല്, അതായത് മെഷീൻ ആയിട്ട് അല്ലെങ്കിൽ മെഷീൻ കോഡുമായിട്ട് ക്ലോസ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും ഈ ലോ ലെവൽ ലാംഗ്വേജ്. അപ്പൊ പറയുന്നത് ഒരു അബ്സ്ട്രാക്ഷൻ ലെവൽ നോക്കുമ്പോൾ മിനിമൽ അബ്സ്ട്രാക്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുക, ഹാർഡ്വെയറിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പൊ ഇതെന്ത് ചെയ്യും, ഹാർഡ്വെയർ ആയിട്ട് ഡയറക്ട്ലി ഇന്ററാക്ട് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കൊരു മിനിമൽ ട്രാൻസ്ലേഷൻ ഒക്കെ ആയിരിക്കും ഇതിന് ആവശ്യമായിട്ട് വരും. അപ്പൊ ജസ്റ്റ് ഈ ഒരു പോയിന്റുകളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി, അതിന് ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും പോകണമെന്നില്ല. അപ്പൊ കോംപ്ലക്സിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്ന് പറയുന്നത് കുറച്ച് ലോ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോ ഈ ലോ ലെവൽ ലാംഗ്വേജിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ എന്ന് പറയുന്നത് ഈ അസംബ്ലി ലാംഗ്വേജസ്, ഒരു കൈൻഡ് ഓഫ് ലോ ലെവൽ ലാംഗ്വേജസ് ആണ്. അപ്പം അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള റെപ്രസെന്റേഷൻസ്, അതായത് നമുക്ക് എന്തെങ്കിലും മെഷീൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിനെ സിമ്പിൾസ് വെച്ചിട്ട് യൂസ് ചെയ്യും. ഇപ്പൊ നമുക്ക് ഒരു സാധനം രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം നമ്മൾ ADD എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്യും. അപ്പൊ നമുക്കൊരു രജിസ്റ്റർ 1 ഉണ്ട്, രജിസ്റ്റർ 2 ഉണ്ട്. അപ്പൊ ഒരു ഡാറ്റനെ രജിസ്റ്ററിൽ നിന്ന് വേറെ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, MOV എന്ന് പറയുന്ന ആ സിമ്പിൾ യൂസ് ചെയ്യും. അപ്പൊ എല്ലാത്തിനും നമ്മൾ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ന്യൂമോണിക്സ് ആയിരിക്കും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക, അസംബ്ലി ലാംഗ്വേജസിൽ യൂസ് ചെയ്യുക.
അപ്പോ ആ ഒരു കൺസെപ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ അസംബ്ലി ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോ അസംബ്ലർ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഹ്യൂമൻ കൊടുക്കുന്ന ലാംഗ്വേജസിനെ മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ എന്ന് പറഞ്ഞ ലാംഗ്വേജസിലേക്ക് മാറ്റുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ലാംഗ്വേജ് എന്തിനാണ് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നത്, അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇനി പറഞ്ഞുതരാം കേട്ടോ. അതേപോലെ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ, ലോ ലെവൽ ലാംഗ്വേജസിൽ നിന്നും അസംബ്ലി ലാംഗ്വേജസിന്റെ ഒക്കെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്താണ് ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഹാർഡ്വെയറിലുള്ള അബ്സ്ട്രാക്ഷൻ വളരെ ഹയർ ആയിരിക്കും, അതുപോലെ തന്നെ ഹ്യൂമൻ റീഡബിൾ ആയിരിക്കും. നമുക്ക് ഹ്യൂമന് വേഗം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ലാംഗ്വേജസ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജസ്. ഹൈ ലെവൽ ലാംഗ്വേജസിന് ഏതൊക്കെയാണ് എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന, ഇപ്പൊ നമ്മൾ ഈ യൂണിറ്റ് പഠിക്കാൻ പോകുന്ന C++, ജാവ തുടങ്ങിയ ലാംഗ്വേജ് ഒക്കെ ഹൈ ലെവൽ ലാംഗ്വേജിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ലാംഗ്വേജസിന്റെ ഏകദേശം ഒരു ഓവർവ്യൂ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി ഞാൻ അതിന്റെ ഒരു ഡെവലപ്മെന്റ് എങ്ങനെയാണ് വന്നത്, അതിന്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോ ഈ ഫസ്റ്റ് നമ്മുടെ ഈ ഹിസ്റ്ററിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ലാംഗ്വേജസ് എന്ന് പറയുന്നത് നമ്മുടെ ആൽഗോൾ ആണ്. അപ്പൊ ആൽഗോൾ എന്ന് പറയുന്നത് അൽഗോറിതമിക് ലാംഗ്വേജസ് എന്നാണ് ആൽഗോറിതം നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് പറയുക. സയന്റിഫിക് കമ്പ്യൂട്ടേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലാംഗ്വേജസ്, അതായത് 1958 അതായത് ലേറ്റ് 1950 അതേപോലെ ഏർലി 1960 ഈ ആൽഗോളിന്റെ ഡെവലപ്മെന്റ് നമ്മൾ നടത്തിയത്. അപ്പൊ അതിന് കുറെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പൊ ഈ ആൽഗോൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ യൂസ് ചെയ്യുന്ന സി പ്രോഗ്രാമിംഗ് അതേപോലെ തന്നെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ ഒരു ബേസിക് ഫൗണ്ടേഷൻ ആയിട്ട് നമുക്ക് ആരെ പറയാൻ വേണ്ടി പറ്റും, ആൽഗോളിനെ പറയാൻ വേണ്ടി പറ്റും. അതിനുശേഷം ആൽഗോളിന്റെ ലിമിറ്റേഷൻസിനെയൊക്കെ എന്താ പറയാ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ആണ് ഈ ആൽഗോൾ എന്ന് പറയുന്നത്, അതുപോലെ മെഷീൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളതായിരുന്നു. അപ്പൊ കുറെ ആപ്ലിക്കേഷൻ, ഞാൻ പറഞ്ഞ സയന്റിഫിക് ആപ്ലിക്കേഷൻ, റിസർച്ച് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ആൽഗോൾ യൂസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ 1967 അതായത് മാർട്ടിൻ റിച്ചാർഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത ലാംഗ്വേജ് ആണ് BCPL എന്ന് പറയുന്നത്. BCPL സ്റ്റാൻഡ്സ് ഫോർ ബേസിക് കമ്പൈൽഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അത് ഡെവലപ്പ് ചെയ്തപ്പോഴായിരുന്നു 1967 മാർട്ടിൻ റിച്ചാർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഈ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഒരു ആൻസിസ്റ്റർ ആയിട്ട് നമുക്ക് ആരൊക്കെ പറയാൻ വേണ്ടി പറ്റും, ഈ BCPL പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിന്റെ ലോ ലെവൽ ഫ്യൂച്ചേഴ്സ് ഉണ്ടായിരുന്നു, അതേപോലെ ഡിസൈനിങ് ഒക്കെ ഒരു മിനിമൽ ഫോമിലായിരുന്നു. അപ്പൊ ഈ ഒരു BCPLന്റെ പല ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ പല ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള് അടുത്ത ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്, അതായത് ബി പ്രോഗ്രാമിംഗ്. അപ്പൊ ബീനും കുറെ എന്തുണ്ടായിരുന്നു, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് 1972 നമ്മുടെ ഡെന്നിസ് റിച്ചി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ബെൽ ലാബ്സ് എന്ന് ഡെവലപ്പ് ചെയ്തതാണ് എന്ത്, നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പം ഏർലി സ്റ്റേജിൽ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മുടെ യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട്, അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തത്. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ ഒരു സിസ്റ്റമായിട്ട് യൂസറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഹാർഡ്വെയറിന്റെ യൂസറിന്റെ ഇടയിലുള്ള ഇന്റർമീഡിയറ്റിനെയാണ് നമ്മൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുക. അപ്പൊ പലതരത്തിലുള്ള OS ബേസ്ഡ് സിസ്റ്റം നമുക്കറിയാം. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള യുണിക്സ് ഉണ്ട്, ലിനക്സ് ഉണ്ട്, വിൻഡോസ് ഉണ്ട്, മാക്കിന്റെ ഉണ്ട്. ഇതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാവർക്കും ഫെമിലിയർ ആണ്. അപ്പൊ യുണീക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യാനായിരുന്നു ഏർലി ഫോമിൽ നമ്മൾ സി പ്രോഗ്രാമിങ്ങിന് എന്ത് ചെയ്തത്, നമ്മൾ ഡെവലപ്പ് ചെയ്തത്. അപ്പം ആരാണ്, ഡെന്നിസ് റിച്ചി 1972 അതായത് ഒരു എക്സ്പാൻഡഡ് വേർഷൻ, അതായത് എക്സ്റ്റൻഡഡ് ഫ്യൂച്ചർ, ബീന്റെ എക്സ്റ്റൻഡഡ് ഫ്യൂച്ചർ ആയിട്ടാണ് നമ്മൾ സി എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡെവലപ്പ് ചെയ്തത്. അപ്പൊ നമ്മൾ പറഞ്ഞു ബീന്റെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സീനെ നമ്മൾ നോക്കുമ്പോൾ കുറേ അധികം ഡാറ്റ ടൈപ്പുകളുണ്ട്. അതേപോലെ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് സി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ ഈ ഡാറ്റ ടൈപ്പുകൾ, അതേപോലെ ഡാറ്റ സ്ട്രക്ചർ ഒക്കെ എന്താന്ന് നമുക്ക് ലേറ്റർ ക്ലാസ്സിൽ പറയാം. ഇപ്പൊ ഡാറ്റ ടൈപ്പുകൾ എന്നൊക്കെ പറഞ്ഞാല് ഇപ്പൊ നമുക്ക് ഒരു നമ്പേഴ്സ് അറിയാം അല്ലെ, 0, 1, 2, 3 എന്ന് പറയുന്ന ഒരു ന്യൂമറിക് നമ്പർ ആയിട്ട് വരും. അപ്പൊ 1.0 വരുമ്പോൾ അതൊരു ഡബിൾ അല്ലെങ്കിൽ ഫ്ലോട്ട് നമ്പർ ആയി മാറും. അങ്ങനെയൊക്കെ ഈ ഇത്തരത്തിലുള്ള നമ്പറുകളെ നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കി കൊടുക്കണം അതൊക്കെ മെഷീൻസിന്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിംബോളിക് റെപ്രസെന്റേഷൻ ഡാറ്റ ടൈപ്പുകളുണ്ട്. ഇപ്പം
ന്യൂമറിക്കൽ നമ്പർ അല്ലെങ്കിൽ ഇന്റിജേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇന്റ് എന്ന് പറയുന്ന കീവേഡുകൾ യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഫ്ലോട്ട് ആണെങ്കിൽ നമ്മൾ ഫ്ലോട്ട് യൂസ് ചെയ്യും. അങ്ങനെ കുറെ തരത്തിലുള്ള ഡാറ്റ ടൈപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ സി എന്ന് പറയുന്ന റിച്ച് സെറ്റ് ഓഫ് ഡാറ്റ ടൈപ്സ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന പ്ലസ് എന്ന് പറയുന്നതാണ്. അപ്പം സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ആ പ്ലസ് ഓപ്പറേറ്ററിനെ പറയുന്നത്. അപ്പൊ ആ പ്ലസ് മൈനസ് നമ്മുടെ ഡിവിഷൻ അതേപോലെ മോഡുലോ ഡിവിഷൻ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ പ്ലസ് ഓപ്പറേറ്റർ എന്ന് നമുക്ക് പറയാം, അല്ലെ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയാം, ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ. അങ്ങനെ പ്ലസ് മൈനസിനെ ഒക്കെ നമ്മൾ പ്ലസ് മൈനസ് എന്ന് പറയും. പക്ഷെ മെഷീൻ ലാംഗ്വേജിൽ സി പ്രോഗ്രാമിംഗിൽ അതിന് ഓപ്പറേറ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു 1973 യൂണിക്സ് എന്ന് പറയുന്നത് സി പ്രോഗ്രാമിൽ റൈറ്റ് ചെയ്തത്. അപ്പൊ ഈ യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സി പ്രോഗ്രാമിലാണ് റീറിട്ടൺ ചെയ്തത്. അതായത് അതിന്റെ പോർട്ടബിലിറ്റി അതേപോലെ എഫിഷ്യൻസി ഒക്കെ കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഈ യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സി യൂസ് ചെയ്തത്. അപ്പോൾ ഡാറ്റാബേസ് സിസ്റ്റംസ് അതേപോലെ കേർണൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സിയിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ നമ്മളൊരു ജനറൽ പർപ്പസ് പ്രൊസീജിയറൽ ഓറിയന്റഡ് ലാംഗ്വേജസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ പലതരത്തിലുള്ള ലാംഗ്വേജസ് ഉണ്ട്. ഒബ്ജക്ട് ഓറിയന്റഡ് ഉണ്ട്, പ്രൊസീജിയർ ഓറിയന്റഡ് ഉണ്ട്. അപ്പൊ അതിലേക്കൊന്നും ഡീപ്പായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ പ്രൊസീജിയർ ഓറിയന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ നമുക്കൊരു ടാസ്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. കുറെ ഇൻസ്ട്രക്ഷൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ മെഷീൻസിലേക്ക് കൊടുക്കും. അങ്ങനെ ഒരു ഫോർമാറ്റിൽ നമ്മൾ കോഡ് എഴുതുന്നതിനെയാണ് പ്രൊസീജിയർ ഓറിയന്റഡ് എന്ന് പറയാം. അപ്പൊ നമുക്കറിയാം ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞു, അപ്പൊ ഇൻഡിവിജ്വൽ ടാസ്ക് ഉണ്ടെങ്കിൽ ഒരു മെയിൻ ടാസ്ക് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യും, കുറെ ഇൻഡിവിജ്വൽ സബ് ടാസ്കുകളായിട്ട് നമ്മൾ ആ ലാർജ് പ്രോഗ്രാമിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അതിനൊക്കെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ബ്ലോക്ക് അല്ലെങ്കിൽ മൊഡ്യൂൾസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ വലിയൊരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ വലിയ സൈസ് ഉള്ള പ്രോഗ്രാമിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഓരോന്നും നമ്മൾ എന്താന്നുള്ളത് ഞാൻ പ്രോഗ്രാമിംഗ് സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ എന്താണ് കുറെ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം സി പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് ഹ്യൂമൻ ബീങ്ങിന് മനസ്സിലാക്കാനും റീഡബിൾ ആക്കാനും വേണ്ടി നമുക്ക് പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് സി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു മൊഡ്യൂൾസ് ആയിട്ടായിരിക്കും നമ്മൾ സി പ്രോഗ്രാമിംഗിൽ നമ്മളൊരു മെയിൻ ടാസ്കിന് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ വെൽ പ്ലാൻഡ് ആയിട്ട് ഓരോ സ്റ്റെപ്പിലും എന്ത് നടക്കുന്നു, എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, കറക്റ്റ് ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്ത് ആ കറക്റ്റ് ഔട്ട്പുട്ടിന് നമുക്ക് ഗെറ്റ് ചെയ്യാനോട് പറ്റുന്നുണ്ട്. സി പ്രോഗ്രാമിംഗിൽ നമുക്ക് പറ്റുന്നുണ്ട് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആയിരിക്കും നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ ഈ സി പ്രോഗ്രാമിംഗും നമുക്ക് വേറെ പലതരത്തിലുള്ള ലാംഗ്വേജസ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് വേറെ ലാംഗ്വേജസ് സിയും തമ്മിലുള്ള കമ്പാരിസൺ നമ്മൾ നോക്കുമ്പോൾ ഈ സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അതിന്റെ ഓപ്പറേറ്റേഴ്സ് കൊണ്ട് അത് വളരെ റിച്ച് ആയിരിക്കും. അതായത് ഇപ്പം ഡാറ്റ വാല്യൂസിന്, അതായത് ഏതാണ് ഡാറ്റ വാല്യൂസ് ഏതാണ് പോസിബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് ഈ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പലതരത്തിൽ ഞാൻ പറഞ്ഞ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഇപ്പൊ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റേഴ്സ് ഒക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. അപ്പം ഈ സി പ്രോഗ്രാമിംഗിൽ ഓപ്പറേറ്റേഴ്സ് വളരെ റിച്ച് ആയിട്ടുള്ളതാണ്. അതായത് ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാനും, അതായത് എല്ലാ ഡാറ്റ വാല്യൂസിനും പോസിബിൾ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് എന്നിവിടെ ഉണ്ടാവും, സി പ്രോഗ്രാമിംഗിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ പറഞ്ഞു 3 തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ഹൈ ലെവൽ, ലോ ലെവൽ ആൻഡ് അസംബ്ലി ലാംഗ്വേജ്. അപ്പൊ അസംബ്ലി ലാംഗ്വേജ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമ്മൾ പറഞ്ഞു സിംബോളിക് റെപ്രസെന്റേഷൻ ന്യൂമോണിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കോഡ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ മെഷീൻസിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ മൂവ് ചെയ്യുകയാണെങ്കിൽ എംഒ പി നമ്മൾ യൂസ് ചെയ്യും, ആഡ് ചെയ്യുകയാണെങ്കിൽ ADD എന്നെല്ലാം ഒരു ക്യാപിറ്റൽ ലെറ്റർ റെപ്രസെന്റേഷൻ ഒരു സിമ്പിൾസ് ആയിട്ട് നമ്മൾ കൊടുക്കും. അത് മേ ബി നമുക്ക് ഹ്യൂമൻ ബീങ്സിന് അത് മനസ്സിലാകാൻ പറ്റിയെന്ന് വരത്തില്ല, ഹ്യൂമൻ റീഡബിൾ ആയിരിക്കത്തില്ല, അതായത് കുറച്ച് നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ നമ്മുടെ അസംബ്ലി ലാംഗ്വേജസിന് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് ആയിരിക്കത്തില്ല, അതായത് ഈ നമുക്ക് ഒരു കറക്റ്റ് സ്ട്രക്ചർ ഫോർമാറ്റിൽ ആയിരിക്കത്തില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കാനും പറ്റത്തില്ല. അതുപോലെ തന്നെ
വളരെ ലോങ് ആയിട്ടായിരിക്കും മേ ബി അതിന്റെ കോഡ് പോവുക. അപ്പൊ അതുപോലെ തന്നെ അത് പോർട്ടബിൾ ആയിരിക്കും. അപ്പൊ ഈ അസംബ്ലി ലാംഗ്വേജ് സി നമ്മളുള്ള കമ്പാരിസൺ ആണ് പറയുന്നത്. അപ്പൊ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു ഈസി ടു ലേൺ ആയിരിക്കത്തില്ല, അതുപോലെ തന്നെ പോർട്ടബിൾ ആയിരിക്കത്തില്ല, അതുപോലെ തന്നെ എന്താണ് കറക്റ്റ് ഒരു സ്ട്രക്ചേർഡ് ആയിരിക്കും. പക്ഷെ സി എന്താണ് കറക്റ്റ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ജനറൽ പർപ്പസ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഡിഫറെന്റ് ആർക്കിടെക്ചറുകളുണ്ട്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ റൈറ്റ് ചെയ്ത അസംബ്ലി ലാംഗ്വേജും വേറൊരു കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതായത് ഇപ്പോ നമുക്കിപ്പോ ഒരു എന്തെങ്കിലും ഒരു കാര്യം റൺ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ഒരു പ്ലാറ്റ്ഫോം വേണം അല്ലേ. ഇപ്പൊ നമുക്കൊരു ആപ്ലിക്കേഷൻസ് റൺ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ അതിൻ്റെതായ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ മാത്രമേ ആപ്ലിക്കേഷൻ റൺ ആവത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരു മെഷീൻസിലേക്ക് അസംബ്ലി ലാംഗ്വേജസ് നമുക്ക് വേറൊരു എന്താ പറയാ മെഷീൻസിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ സി പ്രോഗ്രാമിംഗ് എന്ന് വിചാരിക്കും. അപ്പൊ സി പ്രോഗ്രാമിംഗ് നമ്മളൊരു കമ്പ്യൂട്ടറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് അതിന് വേണമെങ്കിൽ അതിന്റെ ഒരു കമ്പൈലർ ഉണ്ടെങ്കിൽ, അതായത് സി കമ്പൈലർ നമുക്ക് ആ സിസ്റ്റത്തിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ആ സെയിം സി പ്രോഗ്രാമിന് എന്ത് ചെയ്യാൻ പറ്റും, തൊട്ടടുത്തിരിക്കുന്ന കമ്പ്യൂട്ടറിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അസംബ്ലി ലാംഗ്വേജസ് നമുക്ക് അങ്ങനെ പറ്റത്തില്ല. അപ്പം സി പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മൂവ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ വേറൊരു കമ്പ്യൂട്ടറിൽ റൺ ചെയ്യിക്കാൻ നമുക്ക് എന്ത് പറ്റും, ചെയ്യാൻ വേണ്ടി പറ്റും, അതിൻ്റെതായ കമ്പൈലർ ഉണ്ടെങ്കിൽ. അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൂവ്, ആഡ്, സബ് എന്ന് പറയുന്ന മൂന്ന് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന അസംബ്ലി ലാംഗ്വേജിന് എക്സാമ്പിൾ ആണ്. അപ്പൊ MOV എന്ന് പറഞ്ഞാൽ ഡാറ്റനെ മൂവ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ആഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഡീഷന് വേണ്ടിയിട്ടാണ്. സബ് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രാക്ഷൻ ആണ്. അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കണം, ആഡ് ചെയ്യാനും മൂവ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ്, അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സി പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി വേറൊരു കമ്പ്യൂട്ടറിൽ അതിന് എന്ത് ചെയ്യാൻ വേണ്ടി റൺ ചെയ്യാൻ വേണ്ടി പറ്റും. എന്തുണ്ടെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കമ്പൈലർ ഉണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾ വിചാരിക്കും കമ്പൈലർ എന്താണെന്ന് അല്ലെ. കമ്പൈലർ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഓരോ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഓരോ സോഫ്റ്റ്വെയർ റൺ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു അതിൻ്റെതായ പ്ലാറ്റ്ഫോം ആവശ്യമാണ്. ആ പ്ലാറ്റ്ഫോം ഇല്ലാണ്ട് എന്ത് ചെയ്യില്ല, അത് ഒരിക്കലും റൺ ചെയ്യില്ല. ഇപ്പൊ ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ച് അതിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു സിസ്റ്റവും യൂസറും നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെ മെഷീൻസിലേക്ക് മനസ്സിലാക്കി തിരിച്ച് നമുക്കൊരു ഔട്ട്പുട്ട് തരണമെങ്കിൽ അവിടെ എന്ത് വേണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചാൽ നമുക്കിപ്പോ ഒരു ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് വേണം, കീബോർഡ് വേണം. ആ കീബോർഡിൽ എന്ത് വേണം, കീസ് വേണം. ആ കീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടൈപ്പ് ചെയ്ത് ഒരു സാധനം കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഞാൻ ഒരു യൂസറെ പറയാണ്, എനിക്ക് 2+3 ആഡ് ചെയ്യണം. 2+3 ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ അസംബ്ലി ലാംഗ്വേജിൽ അല്ലെങ്കിൽ സി പ്രോഗ്രാമിംഗിൽ നമ്മളൊരു കോഡ് എഴുതി കൊടുത്തു. അതായത് ആഡ് 2+3 സംതിങ് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പം മെഷീൻസിന് എന്ത് മനസ്സിലാവില്ല, ഹ്യൂമൻ പറഞ്ഞു കൊടുത്ത സാധനം മനസ്സിലാവത്തില്ല. മെഷീൻസിന് ആകെ മനസ്സിലാവുന്നത് ബിറ്റ് ഫോർമാറ്റുള്ള അല്ലെങ്കിൽ ബൈനറി കോഡുകൾ മാത്രമാണ് നമ്മുടെ ഒരു കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. ബൈനറി കോഡ് എന്ന് പറഞ്ഞാൽ 0-1 ഫോർമാറ്റ്. അതായത് നമ്മളെ പോലെ മലയാളമോ ഇംഗ്ലീഷോ ഒന്നും കുറെ ലാംഗ്വേജസ് ഇല്ല. 0-1 റെപ്രസെന്റേഷൻ ഫോം. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ചെയ്യുന്ന ഇങ്ങനെ കുറെ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അല്ലെ, A to Z വരെയുള്ള ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അതേപോലെ മെഷീൻസിനും മനസ്സിലാവുന്ന ഭാഷ എന്ന് പറയുന്നത് 0-1 റെപ്രസെന്റേഷൻ മാത്രമാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന ലാംഗ്വേജസിനെ മെഷീൻ കോഡിലേക്ക്, മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജസിലേക്ക് മാറ്റുന്ന നമ്മുടെ ആ ടൂളിനെ അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിനെ പറയുന്ന പേരാണ് കമ്പൈലർ. കമ്പൈലർ ആണ് നമ്മൾ കൊടുക്കുന്ന യൂസർ പ്രോഗ്രാമിനെ മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജ് 0-1 ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം അതാണ് ഒരു കമ്പൈലർ എന്ന് പറയുന്നത്. കമ്പൈലർ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമ്മൾ പറഞ്ഞു ഹൈ ലെവൽ ലാംഗ്വേജ് എന്താന്ന് പറഞ്ഞു ഓൾറെഡി. ലോ ലെവൽ ലാംഗ്വേജസ് നമ്മൾ പറഞ്ഞു. ഹൈ ലെവൽ എന്ന് പറഞ്ഞാൽ HLL ആണ്. ലോ ലെവൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് LL വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് നമ്മുടെ സി പ്രോഗ്രാമിംഗ്. അതെന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സിന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന റീഡബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലെറ്റ് x = 45. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം, നമുക്ക് മനസ്സിലാവും എക്സ് എന്ന് പറയുന്ന എന്തോ ഒരു വേരിയബിൾ, അതായത് ഈ X, Y, Z എന്നൊക്കെ പറയുന്ന ഒരു വേരിയബിൾ ആണ്. വേരിയബിൾ എന്ന് പറഞ്ഞാല് നമുക്ക് ഡാറ്റ വാല്യൂസിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ സ്റ്റോറേജിനെയാണ് നമ്മൾ എന്ത് പറയാ വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഡാറ്റ വാല്യൂസിനെ ഹോൾഡ് ചെയ്യുന്നതാണ് ഡാറ്റ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്കൊരു വേരിയബിൾസിന് എക്സാമ്പിൾ നമ്മൾ ഡെയിലി ലൈഫിൽ നോക്കുകയാണെങ്കിൽ
അപ്പൊ നമുക്കൊരു ഉണ്ട്, ഒരു ലാപ്ടോപ്പ് ഉണ്ട്, പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ട്. നമുക്ക് അതിനെ ക്യാരി ചെയ്യാൻ എന്ത് വേണം? ഒരു ബാഗ് ഉണ്ടാവും, ഒരു ലാപ്പിന്റെ ബാഗ് ഉണ്ടാവും. അപ്പൊ ആ ബാഗിനെ നമ്മൾ എന്ത് പറയാം? അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു പ്രോപ്പർട്ടി ആയിട്ട് പറയാം. അപ്പൊ അതേ കൺസെപ്റ്റ് ആണ് ഡാറ്റ വേരിയബിൾ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ 45 എന്ന് പറയുന്ന വാല്യൂവിന് നമ്മൾ എവിടെയാണ് അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന? എക്സ് എന്ന് പറയുന്ന, എക്സ് എന്താണ്? വേരിയബിൾ ആണ്. എക്സ് ഈക്വൽ ടു 45 എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 45 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി y ഈക്വൽ ടു 56. y എന്താണ്? വേരിയബിൾ ആണ്. 56 എന്ന് പറഞ്ഞാൽ ആ yന്റെ വാല്യൂ ആണ്. മാത്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അതായത് അറിയാത്ത അൺനോണിന് എക്സ് ഇടും, y ഇടും. അപ്പൊ എക്സ് y ഈക്വൽ ടു നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ വരുമ്പോൾ ഈ എക്സ് വൈകളെയൊക്കെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്ന നമ്മൾ ആ ഓപ്പറേറ്റേഴ്സിന് അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞു ലെറ്റ് എക്സ് ഈക്വൽ ടു സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. അപ്പൊ എന്തെങ്കിലും മനസ്സിലായി? എക്സിനെയും വൈനെ ആഡ് ചെയ്യുക, ആ വാല്യൂനെ എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക? സെഡ് എന്ന് പറഞ്ഞ വേരിയബിളിൽ. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക? എക്സിനെയും വൈനെ സെഡിനെ പ്രിന്റ് ചെയ്ത് കൊടുക്കുക, എൻഡ് ചെയ്യുക. ഇതാണ് ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം ലോ ലെവൽ ലാംഗ്വേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഹാർഡ്വെയർ ആയിട്ട് അല്ലെങ്കിൽ മെഷീൻസ് ആയിട്ട് വളരെ ക്ലോസ് ആയിട്ടായിരിക്കും. അപ്പൊ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ലോ ലെവൽ ലാംഗ്വേജ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ് ഇപ്പൊ ഇതെന്ന് പറയുന്നത് പ്രോഗ്രാമറിനെ എന്ത് ചെയ്യും? അതായത് എല്ലാ കമ്പ്യൂട്ടർ ആയിട്ട് റിസോഴ്സസിനെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് റിസോഴ്സിനെയൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജസ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അസംബ്ലി ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലായി, അതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പൊ ലോ ലെവൽ ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലായി. ലോ ലെവൽ ലാംഗ്വേജസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് അസംബ്ലി ലാംഗ്വേജസ്. ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ, ഹൈ ലെവൽ ലാംഗ്വേജ് നമ്മൾ പഠിക്കാൻ പോകുന്ന സിയും C++ഉം ജാവയൊക്കെയാണ് ഹൈ ലെവൽ ലാംഗ്വേജസ്. ഇനി ഇപ്പം ഈ സി എന്ന് പറയുന്നത് ഈ ലോ ലെവൽ ലാംഗ്വേജസ് വന്ന കുറെ ഇംപ്രൂവ്മെന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സി എന്ന് പറയുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഈസി ടു ലേൺ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എല്ലാ ഫോമിലും ഇതെന്താണ് അവൈലബിൾ ആയിരിക്കും, അതായത് എല്ലാ മെയിൻ ഫ്രെയിംസിലും അത് അവൈലബിൾ ആയിരിക്കും. അപ്പം എല്ലാ ഫ്യൂച്ചേഴ്സും തന്നെ, അതായത് അസംബ്ലി ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്ത എല്ലാ ഫ്യൂച്ചേഴ്സും തന്നെ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? അതേപോലെ ബിറ്റ് ലെവൽ മാനിപ്പുലേഷൻ ഒക്കെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനും ഡീബഗ് ചെയ്യാനും അതേപോലെ തന്നെ എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാനും കമ്പൈൽ ചെയ്യാനൊക്കെ ആരെ പറ്റുന്നുണ്ട്? ഈ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് പറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വേർഷൻ ആയിട്ട്, അതിന്റെ ലേറ്റസ്റ്റ് സീന്റെ ഒരു വേർഷൻ ആയിട്ട് 1989 നമ്മുടെ ANSYS എന്ന് പറയുന്നത്, അതായത് C89 എന്ന് പറയുന്ന വേർഷൻ ആര് ഇൻട്രൊഡ്യൂസ് ചെയ്ത്? നമ്മുടെ അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ANSI നമ്മൾ ഡെവലപ്പ് ചെയ്തത്. അപ്പൊ അതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്ന വേർഷൻ ANSI എന്ന് പറയുന്നത്. അതിന്റെ വേർഷൻ C89 ആണ്. അപ്പം 1989 ഡെവലപ്പ് ചെയ്ത ഒരു സീന്റെ വേർഷൻ ആണ് C89 എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ എങ്ങനെയാന്ന് വെച്ചാൽ കുറെ ഡിഫറെന്റ് കമ്പൈലേഴ്സും അതേപോലെ തന്നെ ഡിഫറെന്റ് സിസ്റ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ ആയിട്ട് ANSYS പറയാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ISO എന്ന് പറയുന്നത് ഒരു ഈ ANSYSനെ അഡോപ്റ്റ് ചെയ്തിട്ട് അതെന്ന് പറയുന്നത് കുറെ മൈനർ ചേഞ്ചസിനൊക്കെ വരുത്തിയിട്ട് അതിനൊരു C90 എന്ന് പറഞ്ഞ വേർഷനിലേക്ക് സീനെ ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡ് ISO ആണ് അത് ഡെവലപ്പ് ചെയ്തത്. അതിന്റെ വേർഷനാണ് C19 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സി പ്രോഗ്രാമിംഗിന്റെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സി പ്രോഗ്രാമിംഗ് നമ്മൾ പറഞ്ഞ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ആരാണ് 1972 ബെൽ ലാബ്സിൽ വെച്ചിട്ട് ഡെന്നീസ് റിച്ചി ആണ് ഇത് ഡെവലപ്പ് ചെയ്ത് നമ്മൾ പറഞ്ഞു. ഒരു ലോ ലെവൽ ആക്സസ് ഉണ്ട്, ഫാസ്റ്റ് ആണ്, ഹ്യൂമൻ റീഡബിൾ ആണ്, ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ കുറെ ഓപ്പറേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലൈബ്രറികൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലൈബ്രറിക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ് ആണ്. അപ്പൊ കമ്പൈലർ ഉണ്ടെങ്കിൽ ഒരു മെഷീനിൽ വേറെ ഏത് മെഷീനിലേക്ക് നമുക്ക് സി പ്രോഗ്രാമിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഒരു സി പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്രോഗ്രാം കണ്ടോ. ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ഒരു /* ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു ഫോർവേഡ് സ്ലാഷും ഒരു സ്റ്റാറും. ഇതെന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കമാൻഡിനാണ് ഇതിന് നമ്മൾ കൊടുക്കുക, ഒരു കമാൻഡ് ലൈൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കണം ദിസ് പ്രോഗ്രാം ഈസ് ഫോർ ആഡിങ് 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കമാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ /* കൊടുത്തിരിക്കുന്നത്. അപ്പൊ പ്രോഗ്രാം 1 ഫയൽ നെയിം എന്ന് പറയുന്നത് നമ്മൾ Unit1 program.c എന്ന് വെച്ചിട്ടാണ് സേവ് ചെയ്യുന്നത്. അപ്പം ഏതൊരു സി പ്രോഗ്രാമിങ്ങും നമ്മൾ എന്ത് ചെയ്യുന്നു? സേവ് ചെയ്യുന്നത് .c എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും. നമ്മളൊരു
ടെക്സ്റ്റ് ഫയൽ എങ്ങനെയായിട്ട് സേവ് ചെയ്യുക? .txt. ഒരു PDF എങ്ങനെയായിരിക്കും അതിന്റെ ഫോർമാറ്റ്? .pdf. അതേപോലെ തന്നെ ഒരു C പ്രോഗ്രാം നമ്മൾ സേവ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? .c എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ വെച്ചിട്ടായിരിക്കും. അപ്പൊ ഇവിടെ പ്രോഗ്രാമിംഗിന്റെ പേരെന്താ? Unit1 prog1.c. ഓക്കെ. അപ്പൊ /* എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? കമാൻഡ്. അതായത് നമുക്കിപ്പോ നമ്മൾ മനസ്സിലാക്കണം, ചിലപ്പോൾ ഒരു കോഡ് എഴുതി കഴിഞ്ഞ് ഇത് എന്തിനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്തിനാണ് ഒരു കമാൻഡ് ഇട്ടിട്ട് ലൈൻ, അപ്പൊ ആ ഒരു കമാൻഡ് ലൈൻ ആരും റീഡ് ചെയ്യില്ല, മെഷീൻസ് റീഡ് ചെയ്യില്ല കേട്ടോ. അതൊരു ഇൻപുട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു കോഡായിട്ടോ ഇത് എടുക്കത്തില്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഫസ്റ്റ് ഇവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഹാഷ് ഉണ്ട്, ഒരു ഇൻക്ലൂഡ് ഉണ്ട്, ഒരു 2 ആംഗിൾ ബ്രാക്കറ്റിൽ എന്തുണ്ട്? stdio.h ഉണ്ട്. അപ്പം ഈ ആഷ് ഇൻക്ലൂഡ് എന്താണ്? stdio.h എന്താണ്? ഈ പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഓരോന്നും എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ കണ്ടു ആഷ് ഇൻക്ലൂഡ് stdio.h. ഈ ആഷ് ഇൻക്ലൂഡിനെ നമ്മൾ പറയുന്ന പേരും ഇതേപോലെ 2 സെക്ഷൻ ആയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ആഷ് ഇൻക്ലൂഡ് നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിന് എന്താണ് പറയുന്നത്? അപ്പൊ നമ്മൾ ഓരോ ഇതിന് ബ്രേക്ക് ഡൗൺ ചെയ്ത് പറയുകയാണെങ്കിൽ ഈ ആഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രീ പ്രോസസർ കമാൻഡ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രീ പ്രോസസർ കമാൻഡ് ആണ്. അതായത് നമ്മളിപ്പോ ഓരോ C പ്രോഗ്രാം, ഏത് C പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം? ആഷ് ഇൻക്ലൂഡ് stdio.h ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞ ആഷ് ഇൻക്ലൂഡ് എന്താണ്? പ്രീ പ്രോസസർ കമാൻഡ് ആണ്. അതായത് ഇതെന്താണ്? ഈ ഡയറക്റ്റീവ് എന്താണ് ഇൻഷുർ ചെയ്യുന്നതെന്ന് വെച്ചാല് അതായത് കറക്റ്റ് ആയിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ ഫംഗ്ഷൻസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ഉറപ്പുവരുത്തുന്നത്. അപ്പം എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? stdio.h. അപ്പൊ ഈ stdio.h എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹെഡർ ഫയലാണ്. ഈ stdio.h എന്ന് പറയുന്ന പാർട്ട് നമ്മൾ പറയുന്ന പേരാണ് ഹെഡർ ഫയൽ. ഈ ഹെഡർ ഫയൽ എന്ന് പറഞ്ഞാല് stdio സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. std എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് io.h ഇൻപുട്ട് ഔട്ട്പുട്ട്.h. .h എന്ന് പറഞ്ഞാല് ഹെഡർ ഫയലിന്റെ എക്സ്റ്റൻഷൻ. ഇപ്പൊ നമ്മൾ .c എന്ന് പറഞ്ഞാൽ എന്താ? C പ്രോഗ്രാം. അതുപോലെ ഹെഡർ ഫയലിന്റെ എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് stdio.h. അപ്പൊ ഇപ്പോൾ അതൊരു ആംഗിൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഒരു ഹെഡർ ഫയലിനെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നു. അപ്പൊ ഈ stdio.h നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന വെച്ചാല് ഇതിൽ നമ്മൾ മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, printf എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള ഫങ്ഷൻസ്, അതായത് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും വേണ്ടിയിട്ടുള്ള കുറെ ഇൻപുട്ട് കണ്ടോ? stdio ആണ്. ഈ IO എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട്. അതായത് നമുക്ക് സിസ്റ്റത്തിലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കാനും നമുക്ക് തിരിച്ചൊരു ഔട്ട്പുട്ട് കിട്ടാനും വേണ്ടിയിട്ട് പല ഫങ്ഷൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? C പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഫങ്ഷൻസിന് എവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് ഇൻക്ലൂഡ് ചെയ്യാണ്ട് നമ്മളിപ്പോ printf, scanf ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? എറർ അടിക്കും. കാരണം സിസ്റ്റത്തിന് മനസ്സിലാവില്ല ഇത് എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു എന്ത് കാര്യം ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു യൂസർ രജിസ്ട്രേഷൻ ലോഗിൻ ചെയ്യാൻ വിചാരിക്കും. അപ്പൊ ലോഗിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഫ്രഷ് ആയിട്ട് പോലും നമ്മൾ ലോഗിൻ ചെയ്തോണ്ട് ഒരു യൂസർ നെയിം ഒരു പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ആ ഒരു എൻ്റെ പ്ലാറ്റ്ഫോമിന് മനസ്സിലാവില്ല, ഏത് യൂസറാണെന്ന് മനസ്സിലാവില്ല. ആ സെയിം തിങ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലോഗിൻ ചെയ്യുന്നതിന് മുന്നേ അവിടെ രജിസ്ട്രേഷൻ നമ്മുടെ ഡീറ്റെയിൽസിന് എടുത്ത് വെച്ചിരിക്കണം. ഇപ്പൊ നമ്മളൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കാന്ന് വിചാരിക്കും. ഇപ്പൊ ഡിഷ് ഉണ്ടാക്കുന്നതിന് മുന്നേ അതിൻ്റെതായ എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്താൽ മാത്രമാണ് കറക്റ്റ് ആയിട്ട് ഡിഷ് വരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഇന്ന സാധനം ഇന്നതിന് വേണ്ടിയാണെന്നുള്ളത് ഓൾറെഡി പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കണം. അപ്പം അതിൻ്റെതായ പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ ഹെഡർ ഫയൽ ഇൻസ്റ്റാൾ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതേപോലെ ഫംഗ്ഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. stdio വെച്ചാൽ എല്ലാവർക്കും മനസ്സിലായല്ലോ, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ്. നമുക്ക് പല ഫംഗ്ഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ stdio.h നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇനി നെക്സ്റ്റ് ലൈനിലേക്ക് വരുമ്പോൾ എന്താണ്? നമുക്ക് ഇവിടെ കാണാം ഇന്റ് മെയിൻ വോയിഡ്. അപ്പം ഇന്റ് മെയിൻ വോയിഡ് എന്ന് പറഞ്ഞൊരു മെയിൻ ഫംഗ്ഷനിലേക്ക് നമ്മൾ കടന്നു. ഈ മെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണോ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ് ഈ മെയിൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഇൻക്ലൂഡ് നമ്മൾ റൺ ചെയ്യില്ല, അത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു മാൻഡേറ്ററി ആണ്. ഇന്റ് മെയിൻ വോയിഡ് എന്ന് പറഞ്ഞാല് അവിടെ തൊട്ടാണ് നമ്മുടെ ഒരു C പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ മെയിൻ പ്രോഗ്രാം ഇല്ലാണ്ട് ഒരു
സി പ്രോഗ്രാം നമുക്ക് റൺ ചെയ്യാൻ പറ്റില്ല. അതായത് അപ്പം ഈ ഒരു സി പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മെയിൻ ബോർഡ് കാണുമ്പോൾ കമ്പൈലറിന് മനസ്സിലാവും, ഓക്കെ ഇവിടെ തൊട്ടാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതിന്റെ താഴേക്കുള്ളതാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്റ് മെയിൻ വോയിഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്റ് മെയിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഡാറ്റ ടൈപ്പ് ആണ്. ഈ മെയിൻ എന്ന് ഓരോ ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഓരോ വാല്യൂസിന് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മെയിൻ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് എന്തോ ഒരു ഇൻഡിജർ വാല്യൂ ആണെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഇന്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ഫംഗ്ഷനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആർഗ്യുമെന്റുകൾ പാസ് ചെയ്യുന്നത്. അതാണ് പാരന്തസിസിൽ നമ്മൾ വോയിഡ് ആക്കി കൊടുത്തിരിക്കുന്നത്. അപ്പൊ മെയിൻ ഫംഗ്ഷനിൽ ആർഗ്യുമെന്റ് ഒന്നും നമ്മളിവിടെ പാസ് ചെയ്യുന്നില്ല. അപ്പൊ വോയിഡ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ടൈപ്പ് കൊടുത്തു. വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ വാല്യൂ ഒന്നും ഇല്ല, തൽക്കാലം ഇപ്പൊ പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളതാണ് വോയിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കത് വേണമെങ്കിൽ എം ടി ആക്കി ഇടാനും പറ്റും. വോയിഡ് ഇല്ലാണ്ട് ചുമ്മാ ഒരു പാരന്തസിസിൽ ഇട്ടാലും അത് എം ടി ആയിട്ട് തന്നെയാണ് വായിക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന, ഒരു കേളി ബ്രേസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കേളി ബ്രേസ് സ്റ്റാർട്ട് ചെയ്തു. പ്രിന്റ് എഫ് ഡബിൾ കോട്ടിനുള്ളിൽ ദിസ് ഈസ് ഈസി നമ്മൾ കൊടുത്തു. റിട്ടേൺ 0 എന്ത് ചെയ്തു, ആ പ്രിന്റ് എഫിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്താണ് സെമി കോളൻ വെച്ച് എൻഡ് ചെയ്തു. റിട്ടേൺ 0 സെമി കോളൻ എൻഡ് ചെയ്യുന്നു. ഒരു ആ കേളി ബ്രേസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനി ഓരോ നോക്കാം. അപ്പൊ എസ്റ്റിഡേഷൻ ഞാൻ എന്താന്ന് പറഞ്ഞു, ആഷ് ഇൻക്ലൂഡ് ഡയറക്റ്റീവ് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ഈ ബോഡി, ഈ മെയിന്റെ താഴേക്കുള്ളതിനെ നമ്മൾ ബോഡി എന്ന് പറയും. അപ്പൊ ബോഡീനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കേളി ബ്രേസസിന്റെ ഉള്ളിലാണ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പെയർ ഓഫ് കേളി ബ്രേസസ് നമ്മൾ എന്ത് പറയും, ഒരു ബ്ലോക്ക് ആയിട്ടാണ് നമ്മൾ പറയാം. അപ്പൊ ഈ കേളി ബ്രേസിന്റെ ഉള്ളിലുള്ള പാർട്ട് നമ്മൾ ബ്ലോക്ക് ആയിട്ടാണ് പറയാം. അപ്പൊ പ്രിന്റ് എഫ് എന്തിനാണ് നമ്മൾ പറയാൻ വേണ്ടി പോവാണ്. ഇപ്പൊ പ്രിന്റ് എഫ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാല്, നമുക്ക് എന്ത് ചെയ്യണം, ഒരു നമ്മൾ കൊടുത്ത ഡാറ്റേനെ നമുക്ക് എന്തൊക്കെ ഇൻപുട്ട് കൊടുത്തോ ആ ഇൻപുട്ടിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിന്റ് എഫ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പ്രിന്റ് എഫ് ദിസ് ഈസ് ഈസി. നമ്മൾ ഈ ഒരു സി പ്രോഗ്രാം ഡോട്ട് സി എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് വെച്ച് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇതിന്റെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടി പറ്റുക, സ്ക്രീനിൽ ദിസ് ഈസ് ഈസി എന്നുമാണ് കാണാൻ വേണ്ടി പറ്റുക. അതായത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് പ്രിന്റ് എഫ്. അത് എപ്പോഴും നമ്മൾ ഡബിൾ കോട്ടിലാണ് നമുക്ക് ആ സെന്റൻസ് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ വെറുതെ ദിസ് ഈസ് ഈസി എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പൊ അതൊരിക്കലും നമ്മുടെ സ്ക്രീനിൽ കാണിക്കില്ല. ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് പാരഗ്രാഫ് നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ, ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അതിനെ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഡബിൾ കോട്ടിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം ഓരോ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്, ഓരോ സ്കാൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എൻഡ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും, സെമി കോളൻ വെച്ചിട്ടായിരിക്കും. നമ്മളിവിടെ ഒരു റിട്ടേൺ 0 ചെയ്യുന്നുണ്ട്. റിട്ടേൺ 0 എന്തിനാന്ന് വെച്ചാൽ, ഇപ്പോൾ റിട്ടേൺ 0 വെച്ച് കൊടുക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മനസ്സിലാവും എന്താണ്, പ്രോഗ്രാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി, അവിടെ എക്സിക്യൂഷൻ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാനാണ് റിട്ടേൺ 0. അപ്പൊ നമ്മൾ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇന്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിനെയാണ് റിട്ടേൺ ചെയ്യുന്നത് പറഞ്ഞു, ഒരു ഇൻഡിജർ വാല്യൂ. അപ്പം എന്തെങ്കിലും നമുക്ക് എന്താണ് റിട്ടേൺ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇവിടെ റിട്ടേൺ ചെയ്യാൻ ഒന്നുമില്ല, അതായത് ജസ്റ്റ് ഇവിടെ ഒരു ഡിസ്പ്ലേ ചെയ്യിക്കാൻ മാത്രമാണ്. അപ്പൊ പ്രിന്റ് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ ഇതിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, റിട്ടേൺ 0 എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്ത് കൊടുക്കുക. അതായത് എക്സിക്യൂഷൻ അതിന്റെ പ്രോഗ്രാമിംഗിന്റെ റണ്ണ് കംപ്ലീറ്റ് ആയി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിട്ടേൺ 0 കൊടുക്കുന്നത്. അപ്പം ഇതാണ് ഒരു പ്രോഗ്രാമിംഗിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള സി പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ. ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഹെഡർ ഫയൽ കൊടുക്കണം, പിന്നെ മെയിൻ ഫംഗ്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ പ്രിന്റ് എഫ് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യിക്കുകയാണെങ്കിൽ പ്രിന്റ് എഫ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു. നമ്മൾ കേളി ബ്രേസിന്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്യുന്നു. ഓരോ സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്യുന്ന എങ്ങനെയാണ്, സെമി കോളൻ വെച്ചിട്ടാണ്. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് നമ്മളൊരു പ്രോഗ്രാം 2 നോക്കുകയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ നമ്മൾ ഇൻക്ലൂഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇന്റ് മെയിൻ ആണ്. നമ്മൾ ഇന്റ് മെയിൻ എന്താണ്, മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു, അതായത് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു. നമുക്ക് എന്തൊക്കെയോ പ്രിന്റ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് എന്താണ്, ദിസ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തു. അപ്പൊ പ്രിന്റ് എഫ് കൊടുത്തു. നെക്സ്റ്റ് ആ പ്രിന്റ് എഫിന്റെ ഉള്ളിൽ എന്ത് ചെയ്തു, വേറൊരു പ്രിന്റ് എഫ്, നമ്മൾ എത്ര പ്രിന്റ് എഫ് ആണ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ദിസ് ഈസ് ദ നെസ്റ്റഡ് ബ്ലോക്ക് കൊടുത്തു. നെക്സ്റ്റ് വേറെ പ്രിന്റ് എഫിൽ നമ്മൾ എന്ത് ചെയ്തു, ബ്ലോക്ക് ഈസ് നെസ്റ്റഡ് സ്റ്റിൽ മോർ ഡീപ്ലി എന്ന് പറഞ്ഞ് അങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ്, 4 സെന്റൻസുകൾ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു, റിട്ടേൺ 0 ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതിനൊരു ബ്ലോക്ക് സ്ട്രക്ചർ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓരോ കേളി ബ്രേസിന്റെ ഉള്ളിലുള്ള ആ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റാണ് നമ്മൾ ബ്ലോക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാത്തിനും ഇതിൽ കണ്ടിട്ടുണ്ടാവും പ്രിന്റ് എഫ് ദിസ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ബ്ലോക്ക് /n. /n എന്തിനാന്ന് പറഞ്ഞാൽ ഒരു എസ്കേപ്പ് സീക്വൻസ് അല്ലെ എസ്കേപ്പ് ക്യാരക്ടർ ആയിട്ടാണ് /n എന്ന് പറയുന്നത്. ഇപ്പോ /n കൊടുക്കാണ്ട് നമ്മൾ ഇത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ, ദിസ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ബ്ലോക്ക്, അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ നെക്സ്റ്റ് പ്രിന്റ് എഫിലുള്ള ദിസ് ഈസ് എ നെസ്റ്റഡ് ബ്ലോക്ക്. അങ്ങനെ ഈ 4 സെന്റൻസുകൾ അടുപ്പിച്ച് ഒരൊറ്റ ലൈനിൽ വരും.
അപ്പൊ അത് വരുമ്പോൾ നമുക്ക് എന്താവില്ല, യൂസറിന് മനസ്സിലാവില്ല ഇത് എന്താ എവിടെയാ എന്ത് ചെയ്യുന്നത്. അപ്പൊ ഒരു സെന്റൻസ് കഴിഞ്ഞ് നമുക്ക് അവിടെ ഒരു ബ്രേക്ക് ഇടണമെന്ന് വിചാരിക്കും. അപ്പൊ അതിനാണ് നമ്മൾ ഈ സ്ലാഷ് എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിനോട് പറയുന്നതാണ് എസ്കേപ്പ് സീക്വൻസ്. അതാണ് നമ്മുടെ സ്ലാഷ് സംതിങ് സേ ദാറ്റ് ന്യൂ ലൈൻ ക്യാരക്ടർ. ഈ സ്ലാഷ് എന്ന് പറഞ്ഞാൽ എൻ സ്റ്റാൻഡ്സ് ഫോർ ന്യൂ ലൈൻ ക്യാരക്ടർ, അതായത് എസ്കേപ്പ് സീക്വൻസ്. അപ്പൊ നമ്മൾ ഒരു പ്രിന്റ് ഓഫ് ആർഗ്യുമെന്റ് കൊടുത്ത് അല്ലെങ്കിൽ ഫംഗ്ഷൻ കൊടുത്തിട്ട് നമ്മളിപ്പോ എന്താണ് ഇപ്പൊ ഓരോ സ്ലാഷനും കാണുന്ന സമയത്ത് ഈ പ്രിന്റ് ഓഫ് ഫംഗ്ഷനിലുള്ള ഓരോ സെന്റൻസിലും ഈ കേഴ്സർ എന്ത് ചെയ്യും, സ്ലാഷൻ എവിടെ കാണുന്നോ അപ്പത്തേക്ക് അത് നെക്സ്റ്റ് ലൈനിലേക്ക് അത് കേഴ്സർ മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വോയിഡ് മെയിൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡാറ്റ ടൈപ്പ് എന്നും കൊടുക്കാട്ടോ. വോയിഡ് മെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ മെയിൻ ഒന്നും റിട്ടേൺ ചെയ്യാനില്ല, കാരണം നമ്മൾ ഇവിടെ റിട്ടേൺ സീറോ ഒന്നും കൊടുത്തിട്ടില്ല. എന്തെങ്കിലും റിട്ടേൺ ചെയ്യാനുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇന്റിജർ വാല്യൂലേക്ക്, ഇപ്പൊ സീറോ എന്ന് പറയുന്നത് എന്താ ഒരു വാല്യൂ ആണല്ലേ, അപ്പൊ സീറോ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പൊ റിട്ടേൺ ചെയ്യാൻ നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ മാത്രം നമുക്ക് ഡാറ്റ ടൈപ്പ് ഇൻറ്റു കൊടുത്താൽ മതി. ഇപ്പം മെയിൻ ഇവിടെ ഒന്നും റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു ജസ്റ്റ് ദിസ് ഈസ് സ്ട്രിംഗ് എന്ന് പറഞ്ഞ ഒരു സെന്റൻസ് പ്രിന്റ് ചെയ്യാനുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, മെയിൻ ഫംഗ്ഷൻ ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല, നമുക്ക് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി റിട്ടേൺ 1 കൊടുക്കണമെങ്കിൽ, റിട്ടേൺ 1 എന്ന് പറഞ്ഞ വാല്യൂ റിട്ടേൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മെയിൻ ഫംഗ്ഷനിലെ വോയിഡ് മാറ്റിട്ട് അവിടെ ഇൻറ്റു കൊടുക്കുക. വോയിഡ് എന്ന് പറഞ്ഞാൽ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, നമുക്ക് തിരിച്ച് വാല്യൂ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ വോയിഡ് മെയിൻ കൊടുത്തു, പ്രിന്റ് എഫ് കണ്ടോ, ദിസ് കഴിഞ്ഞിട്ട് ഒരു സ്ലാഷൻ സ്ട്രിങ് കൊടുത്തു, സ്ലാഷൻ വിൽ സ്ലാഷൻ ബി സ്ലാഷൻ പ്രിന്റഡ് ദെൻ ഒരു സ്ലാഷൻ കൊടുത്തു ഇൻ, അങ്ങനെ ഓരോന്ന് കഴിഞ്ഞിട്ട് ഓരോ സ്ലാഷൻ കൊടുത്തു. അപ്പൊ എന്താണ് മനസ്സിലാക്കുന്നത്, ഓരോ അപ്പൊ ദിസ് കഴിയുമ്പോൾ എന്ത് മനസ്സിലാവും, കഴ്സർ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നെക്സ്റ്റ് ലൈനിലേക്ക് മൂവ് ചെയ്ത് വരും. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാ നോക്കിക്കേ, ഔട്ട്പുട്ട് എങ്ങനെ വരും, ദിസ് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ലാഷ് കൊടുത്തിട്ടുണ്ട്, ആ സ്ലാഷ് അപ്പൊ എന്ത് ചെയ്യും, ദിസ് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് കേഴ്സർ താഴേക്ക് വരും, സ്ട്രിങ് പ്രിന്റ് ചെയ്യും. സ്ട്രിങ് കഴിഞ്ഞ് എവിടെയൊക്കെ സ്ലാഷൻ കാണുന്നു അപ്പൊ എല്ലാം കേഴ്സർ എന്ത് ചെയ്യും, ഒരു ന്യൂ ലൈനിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ ഡബിൾ കോട്ടിലാണ് ചെയ്യുന്നത്. അപ്പൊ ഓരോ സി പ്രോഗ്രാമിങ്ങിലും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ക്യാരക്ടർ ഈ സെന്റൻസ് നമ്മൾ ഡബിൾ കോട്ടഡ് ആയിട്ടായിരിക്കും നമുക്ക് അതിനെ മാർക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മൾ വേരിയബിൾസ് എന്തിനാ യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം. അപ്പം എന്തൊരു വാല്യൂസും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എവിടെയായിരിക്കും, വേരിയബിൾസിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വേരിയബിൾസ് എന്ത് ചെയ്യും, ഓരോ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്തും അതിന്റെ പർട്ടിക്കുലർ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, ആ വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ ഇനി എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും എങ്ങനെയായിരിക്കും, സ്റ്റാൻഡേർഡ് ലൈബ്രറി വെച്ചിട്ടായിരിക്കും. ഇന്റ് മെയിൻ എന്ന് പറഞ്ഞ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു, താഴേക്കുള്ള എക്സിക്യൂഷൻ കൊടുക്കുകയാണ്, സ്റ്റാർട്ട് ആവുകയാണ്. അപ്പൊ ഇവിടെ എന്താണ്, ഇന്റ് എക്സ് ഈക്വൽ ടു 5 വൈ ഈക്വൽ ടു 7 സെറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം വേരിയബിൾസ് നമുക്ക് പറഞ്ഞു കൊടുക്കണം. ഇവിടെ ഇപ്പൊ എന്താണ്, 2 നമ്പർ ആഡ് ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക സബ്സ്ട്രാക്ട് ചെയ്യാന്നൊക്കെയാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആ വേരിയബിൾ ഏതാന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മള് ഇവിടെ 5ഉം 7ഉം ആണ് കൊടുത്തിരിക്കുന്ന വാല്യൂ, എക്സിന്റെ വൈന്റെ വാല്യൂ 5ഉം 7 ആണ്, അതൊരു ഇന്റിജർ വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഡാറ്റ ടൈപ്പ് എന്ത് കൊടുത്തു, ഇന്റ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ വാല്യൂ കൊടുത്തു, സെഡിന് വാല്യൂ ഒന്നും ഇല്ല. എന്നിട്ട് നമ്മൾ അത് തന്നെയാണ് പ്രിന്റ് എഫ് കൊടുക്കുകയാണ്. പ്രിന്റ് എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യിക്കണം. അപ്പൊ എങ്ങനെ വാല്യൂ വരണം, എക്സ് ഈക്വൽ ടു പെർസെന്റേജ് ഡി. ഈ പെർസെന്റേജ് ഡി എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞു എക്സ് എന്ന് പറയുന്ന ഒരു ഇന്റിജർ വാല്യൂ ആണ്. അപ്പം ഈ ഇന്റിജർ വാല്യൂനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് പെർസെന്റേജ് ഡി. പെർസെന്റേജ് ഡി സ്റ്റാൻഡ്സ് ഫോർ ഇറ്റ് ഇസ് ആൻ ഇന്റിജർ വാല്യൂ ആൻഡ് ദ എക്സ് വാല്യൂ സ്റ്റോർസ് ദ ഇന്റിജർ വാല്യൂ. ഓക്കെ, ദെൻ വൈ എന്താണ്, ഒരു ഇന്റിജർ ആണ്. അപ്പോൾ പെർസെന്റേജ് ഡി സ്ലാഷും കൊടുത്തു, എക്സും വൈയും നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഇനി നമ്മൾ എക്സിന്റെ വൈന്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതിന്റെ അതായത് അഡീഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ സബ്സ്ട്രാക്ഷൻ ചെയ്ത വാല്യൂ ആണ് നമ്മൾ ഇവിടെ സെഡിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് സ്റ്റെപ്പ് സെഡ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ സെഡിലേക്ക് എന്താണ് സ്റ്റോർ ചെയ്യേണ്ടത്, എക്സ് എന്ന് പറഞ്ഞ വാല്യൂവിനെ വൈയിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പം എക്സ് എന്താണ് 5, വൈ എത്രയാണ് 7, 5 മൈനസ് 7 എത്രയാണ് -2. ആ വാല്യൂ എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും, സെഡിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ സെഡ് എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ ഇത് പ്രിന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പൊ പ്രിന്റ് ഓഫ് ഡിസ്പ്ലേക്ക് എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്, പ്രിന്റ് ഓഫ് സെഡ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ. അതിന്റെ വാല്യൂ എന്താണ്, ഒരു പെർസെന്റേജ്, ഒരു ന്യൂമറിക് വാല്യൂ ആണ്, പെർസെന്റേജ് ഡി സെഡ്. ഈ ഡബിൾ കോട്ട് കഴിഞ്ഞിട്ട് ഒരു കോമ കഴിഞ്ഞിട്ടാണ് നമ്മൾ സെഡ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ സെഡ് എന്താ ഡിനോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ സെഡിൽ കിട്ടിയ വാല്യൂ, അതായത് സെഡിൽ എന്താ എക്സ് മൈനസ് വൈ, ആ വാല്യൂവിനെ നമ്മള് ഇന്റിജർ വാല്യൂവിനെ നമ്മൾ എന്തെങ്കിലും സെഡിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു, അതിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു. ഇനി രണ്ടാമത് എന്താ, മൾട്ടിപ്ലിക്കേഷനും സെയിം തന്നെ, എക്സിനെ വൈ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെഡിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, നമ്മൾ റിട്ടേൺ 0 കൊടുക്കുന്നു. അതായത് ഇന്റ് മെയിൻ ആയതുകൊണ്ട് നമ്മളൊരു റിട്ടേൺ 0 ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് പ്രോഗ്രാം ആണ് സ്കാൻഎഫ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിന്റ് എഫും
അതിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അപ്പം റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിന്റ്എഫും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കാൻഎഫും ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ യൂസർ ഒരു വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ ആ യൂസറിൽ നിന്ന് കിട്ടുന്ന വാല്യൂനെ റീഡ് ചെയ്യാനാണ് നമ്മൾ സ്കാൻഎഫ് ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നോക്കിക്കേ, ഇന്റ് ഏജ്. അപ്പൊ നമുക്കിവിടെ ഒരു ഏജ് ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു വേരിയബിൾ കൊടുക്കണം ഫസ്റ്റ്, ഇന്റ് ഏജ്. ഈ ഏജ് എന്താണ്? ഏജിലേക്കാണ് നമ്മൾ യൂസർ കൊടുക്കേണ്ട വാല്യൂവിനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റർ യുവർ ഏജ്, പ്രിന്റ് ഓഫ് എൻ്റർ യുവർ ഏജ്. അപ്പൊ നമ്മളിത് റൺ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഇങ്ങനെ സിസ്റ്റത്തിൽ നമ്മളോട് ചോദിക്കും എൻ്റർ യുവർ ഏജ് എന്ന് പറഞ്ഞിട്ടൊരു സെന്റൻസ് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഏജ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. 20 വിചാരിക്കും. അപ്പൊ 20 എന്ന് പറയുന്ന ഏജ് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കീബോർഡിൽ 20 എന്ന് പറഞ്ഞ ഏജ് അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഏജിനെ ആര് റീഡ് ചെയ്യും? ഈ സ്കാൻഎഫ് എന്ന് പറയുന്ന ആളാണ് റീഡ് ചെയ്യുക. ഈ സ്കാൻഎഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റീഡ് ചെയ്തിട്ട് അവിടെ കാണിക്കും 20. അപ്പൊ 20 എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്? ഒരു ഇന്റിജർ വാല്യൂ ആണ്. ഈ ഏജ് ഒരിക്കലും എന്താ ഡബിൾ ഫ്ലോട്ടും വരത്തില്ല. അപ്പൊ ഈ ഇന്റിജർ വാല്യൂ 20 ആർക്കാണ് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്? ഏജിനാണ്. അപ്പൊ ഏജ് ആണ് എന്ത്? 20. അപ്പൊ ഏജ് എന്ന് പറഞ്ഞ വേരിയബിൾ ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്കാൻഎഫ് എന്ത് ചെയ്യും? പെർസെന്റേജ് ഡി, അതായത് ഇന്റിജർ വാല്യൂവിനെ അതിന്റെ ആ കറക്റ്റ് ആയിട്ടുള്ള മെമ്മറി, അഡ്രസ് ഓഫ് ഏജ് എന്ന് പറഞ്ഞാൽ അഡ്രസ് ഏജ് എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലേക്ക് ആ അഡ്രസ് വാല്യൂവിനെ അസൈൻ ചെയ്ത് കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? നമ്മള് 20 അടിച്ച് എൻ്റർ അടിക്കുമ്പോഴേക്ക് അത് എന്ത് ചെയ്യും? ആ സ്കാൻഎഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഏജ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് 20 ആ പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പ്രിന്റ് ഓഫ്. അപ്പൊ നമുക്ക് ഈ എന്താണ് നമ്മൾ എൻ്റർ ഏജ് 20 കൊടുത്തു. നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം യുവർ ഏജ്, അല്ലെങ്കിൽ യുവർ എൻ്റേർഡ് ഏജ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാണിക്കണം? 20 കാണിക്കണം. അപ്പൊ നമ്മൾ പ്രിന്റ് ഓഫ് യുവർ എൻ്റേർഡ് എന്ന് പറഞ്ഞിട്ട് എവിടെയാണ് നമ്മുടെ വാല്യൂ ഇരിക്കുന്നത്? ഏജില്, ന്യൂമറിക് വാല്യൂ ആണ്. അപ്പോൾ യുവർ എൻ്റേർഡ് 20 എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, മനസ്സിലായി? അപ്പൊ പ്രിന്റ് എഫ് എന്തിനാണ്, സ്കാൻഎഫ് എന്തിനാണ്, മനസ്സിലായില്ലേ? ഇനി സ്കാൻഎഫ് വർക്ക് ചെയ്യുന്ന എങ്ങനെയാന്നുള്ള ഒരു എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ, അതായത് നമ്മളൊരു വാല്യൂ കൊടുക്കുക. അപ്പൊ അതിന് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനെ സ്കാൻ ചെയ്തിട്ട് അതിന് റീഡ് ചെയ്ത് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് സ്കാൻഎഫ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ അതേ സെയിം എക്സാമ്പിൾ തന്നെയാണ് കേട്ടോ. 3 വേരിയബിൾ കൊടുക്കുന്നു, എക്സിന്റെ വാല്യൂവിനെ എൻ്റർ ചെയ്യാൻ വേണ്ടി പറയുന്നു. കൊടുക്കുമ്പോൾ തന്നെ അതിന് റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ് എന്ന് പറഞ്ഞ പർട്ടിക്കുലർ വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഈ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ ഫെൽസ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോ ഇപ്പൊ നമുക്കൊരു കണ്ടീഷൻ, അപ്പൊ നമ്മളൊരു നമ്പർ കൊടുക്കുകയാണ്. അപ്പൊ ഒരു നമ്പർ കൊടുത്തു, ഇന്റ് നമ്പർ എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തു. അപ്പൊ നമ്മളോട് ഒരു എൻ്റർ നമ്പർ എന്ന് പറഞ്ഞ് ചോദിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 2 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കുന്നു. അപ്പൊ അതിനെ സ്കാൻ ചെയ്തെടുക്കുന്നു. അപ്പൊ 2നെ നമ്മൾ കമ്പയർ ചെയ്യണം. അതായത് ആ കൊടുത്ത നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അപ്പൊ പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? ആ നമ്പർ, കൊടുത്ത നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്പർ എന്ത് പറയും? പോസിറ്റീവ് ആണെന്ന് പറയും. ലെസ് ദാൻ 0 ആണെങ്കിൽ അതൊരു നെഗറ്റീവ് നമ്പർ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതിനാണ് നമ്മൾ ഈഫ് എൽസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സാധാ ഇപ്പൊ നമ്മളൊരു ഇപ്പൊ ഈഫ് ഇന്ന നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്പർ ഈസ് പോസിറ്റീവ് എന്ന് പറയും. അതുപോലെ തന്നെ അതിന്റെ എൽസ് പാർട്ട്, അല്ലെങ്കിൽ എന്താണ്? എൽസ്. അപ്പൊ ഈഫ് എൽസ്, ഇഫ് നമ്പർ ഈസ് ലെസ് ദാൻ 0 ആണെങ്കിൽ എന്ത് പറയും? നമ്മൾ നെഗറ്റീവ് ആണെന്ന് പറയും. അതാണ് ഒരു ഈഫ് എൽസ് കണ്ടീഷൻ വെച്ച് നമ്മൾ പറയുന്നത്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നത് ജൂൺ 2020 വന്നൊരു ക്വസ്റ്റ്യൻസ് ആണ്. ഒരു സി പ്രോഗ്രാമിംഗ് കോഡ് കൊടുത്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മെയിൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഡെലിവറി സ്റ്റാർട്ട് ചെയ്തു, ഫ്ലോട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതായത് എ ബി എന്ന് പറഞ്ഞ 2 വേരിയബിളിലേക്ക് 5 2 എന്ന് പറഞ്ഞ 2 ഇന്റിജർ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ട് നോക്കുവാണെങ്കിൽ A5 B2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊരു റീഅറേഞ്ച് ചെയ്യാം. അതായത് A5ഉം B2 എന്ന് പറഞ്ഞാല് രണ്ടും ഇന്റിജർ വാല്യൂ ഉണ്ട്. അപ്പൊ ഇവിടെ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ അതിനെ ഇന്റ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ A ഈക്വൽ ടു 5.0 അല്ലെങ്കിൽ B ഈക്വൽ ടു 2.0 എന്ന് എടുക്കാം. അപ്പം സി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ സി എന്ന് പറയുന്നത് എന്താണ് തന്നിരിക്കുന്നത്? എ മോഡുലസ്. അപ്പം എന് ബി മോഡുലേഷൻ ചെയ്യുന്നതാണ്. മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൈൻഡർ ആണ് നമ്മൾ വാല്യൂ എടുക്കുക അല്ലെ. അപ്പൊ ലാസ്റ്റ് എന്താണ്? ആ സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ റിമൈൻഡർ ഇവിടെ എന്തായാലും 1 ആയിരിക്കും വരിക. ഓക്കെ, അതായത് 1.0 എന്നുള്ള ഫോമിലായിരിക്കും റിമൈൻഡർ വരിക. ഇനി രണ്ടാമത്തെ ബി എന്ന് പറഞ്ഞ പ്രോഗ്രാം, മെയിൻ പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിട്ടുണ്ട് 10, y ഈക്വൽ ടു 5 ആൻഡ് P2 എന്ന് പറഞ്ഞാൽ വാല്യൂ ഇല്ലാത്ത 2 വേരിയബിളും കൂടെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ചെയ്യേണ്ട എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ P ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ ക്യൂ ആണോ ചെക്ക് ചെയ്യുന്നുണ്ട്.
അതേപോലെ തന്നെ അതൊരു കണ്ടീഷനാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ക്യൂ ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ ടി ആൻഡ് വൈ നോട്ട് ഈക്വൽ ടു 3. അപ്പം ആൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടീഷനും ട്രൂ ആയിരിക്കണം എന്നാണ്. അപ്പം പിന്റെ വാല്യൂലേക്ക് എന്താണ് എക്സ് ഗ്രേറ്റർ ദാൻ ക്യൂ. എക്സ് എന്താണ് 10 ഗ്രേറ്റർ ദാൻ ക്യൂ ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പം അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്യൂ എന്താണ് അപ്പം എക്സ് എന്ന് പറയുന്നത് ക്യൂവിന്റെ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പം എക്സ്പ്രഷൻ ട്രൂ ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും 1 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ 1 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ക്യൂ എന്താണ് എക്സ് ഗ്രേറ്റർ ദാൻ 3. എക്സ് എന്താണ് 10 ആണ്. 10 ഗ്രേറ്റർ ദാൻ 3 ആണ് അല്ലെ. അതേപോലെ തന്നെ വൈ എന്താണ് നോട്ട് ഈക്വൽ ടു 3 ആണ്. അപ്പൊ ക്യൂവിനെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പൊ ക്യൂ എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ പി ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ ക്യൂ ആണ്. അപ്പൊ ക്യൂ നമുക്ക് അവിടെ അറിയത്തില്ല. അപ്പൊ ക്യൂ നെക്സ്റ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ക്യൂ എന്താണ് എക്സ് ഗ്രേറ്റർ ദാൻ 3 ആണെന്ന് നോക്കും. എക്സ് 10 ആണ്. 10 ഗ്രേറ്റർ ദാൻ 3 ആണ്. കറക്റ്റ് ആണ്. 1 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടും 1 ആൻഡ് വൈ നോട്ട് ഈക്വൽ ടു 3 ആണെന്ന് നോക്കും. വൈ ഇവിടെ എന്താണ് 5 ആണ്. അതെന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 3 ആണ്. അപ്പൊ അവിടെ എന്തായി 1 ആയി കണ്ടീഷൻ. അപ്പൊ ക്യൂ എന്താണ് 1 ആണ്. അപ്പൊ പി ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ ക്യൂ ആണ്. അപ്പം എക്സ് എന്താണ് 10 ഗ്രേറ്റർ ദാൻ ക്യൂ. ക്യൂ എത്രയാണ് 1 ആണ്. അപ്പൊ ആ കണ്ടീഷനും ട്രൂ ആയി. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും പ്രിന്റ് ഓഫ് പി ഈക്വൽ ടു പെർസെന്റേജ് ഡി ആൻഡ് ക്യൂ ഈക്വൽ ടു പെർസെന്റേജ് ഡി. പി ക്യൂ വാല്യൂ പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ പി ഈക്വൽ ടു 1 ആൻഡ് ക്യൂ ഈക്വൽ ടു 1. ഇതായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു അതായത് പ്രോഗ്രാം കിട്ടുന്ന സമയത്ത് ഫസ്റ്റ് അതിന്റെ സ്ട്രക്ചർ കറക്റ്റ് ആണോ നോക്കണം. അതായത് തന്നിരിക്കുന്ന വാല്യൂം അതിന്റെ ഡാറ്റ ടൈപ്പും കറക്റ്റ് ആണോ ചെക്ക് ചെയ്ത ശേഷം മാത്രം അതിന്റെ ഔട്ട്പുട്ട് ചെയ്യുക. അപ്പൊ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റില് ജസ്റ്റ് ഞാൻ സി പ്രോഗ്രാമിന്റെ ഓവർവ്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ സി പ്രോഗ്രാമിംഗ് എന്താണെന്ന് കറക്റ്റ് ജസ്റ്റ് അതിന്റെ ഒരു ഓവർവ്യൂ അതിന്റെ ഒരു പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പം പ്രോഗ്രാമിംഗ് അതിന്റെ ഒരു കോഡ് പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ എല്ലാവർക്കും മനസ്സിലായി ഞാൻ കരുതിയാണ്. അപ്പൊ എല്ലാവർക്കും നെക്സ്റ്റ് യൂണിറ്റിൽ ഇതിന്റെ ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.